നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കാം. വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ്. വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ഒരു വാഴക്കൂമ്പാണ്. ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ബ്രെഡ് ക്രബ്സ്, കോൺഫ്ലവർ, തിളപ്പിച്ചാറിയ പാൽ, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമുക്കൊന്ന് വാഴക്കൂമ്പ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. വാഴക്കൂമ്പിൻ്റെ കട്ടിയുള്ള തൊലി മൊത്തത്തിൽ പോകുന്ന രീതിയിൽ പൊളിച്ചെടുക്കണം. മാക്സിമം ചെറുതാക്കി തോരനൊക്കെ കൊത്തിയെടുക്കുന്ന പോലെ കൊത്തി വാഴക്കൂമ്പ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വാരി മാറ്റാം. ഈ വാഴക്കൂമ്പിൽ നല്ല ഒരു കറയുണ്ട്. ആ കറ ഉള്ളതുകൊണ്ട് ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് നല്ല വിരവി എടുക്കുമ്പോഴേക്കും അത് സെപ്പറേറ്റ് ആവും. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ നല്ല വൃത്തിയായി വിരകി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു സവാള, അത് പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഒരു 2 പച്ചമുളക്, ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഒരു പാത്രത്തിൽ ഉടച്ച് മാറ്റി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് നല്ല ഒരു കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. നല്ല ടൂളുകളൊക്കെ ഉണ്ട്, അത് വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാൻ പറ്റും. ഇത് പക്ഷേ നല്ല തണുത്തിരുന്നതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ഉടച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട്. മസാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അടുപ്പിലൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സാധനങ്ങൾ ചെറുതായിട്ട് ഇട്ട് അതൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 2-3 കറിവേപ്പില ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് എണ്ണ ചൂടാകുമ്പോഴേക്കും ഈ കറിവേപ്പില നമുക്ക് അതിലിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കറിവേപ്പില, ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വച്ചേക്കുന്ന സവാള, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വാഴക്കൂമ്പ് മൊത്തത്തിൽ ഇതിലോട്ടങ്ങ് തട്ടിക്കൊടുക്കും. വാഴക്കൂമ്പ് ഒരല്പം വേവുള്ള സാധനമാണ്. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റോളം നമുക്ക് ഈ പാനിൽ കിടന്നൊന്ന് വെന്ത് വരണം. മഞ്ഞൾപ്പൊടി, ഒരല്പം ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഉടച്ച് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. നമ്മൾ റെഡിയാക്കിയ മസാല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മസാല നല്ല രീതിയിൽ തണുത്തു. ഇനി ഇതിലേക്ക് ഒരല്പം ബ്രെഡ് ക്രബ്സ്, കുറച്ച് മല്ലിയില, ഇനി ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തു നമ്മളുണ്ടാക്കിയ മസാലയും ആ ബ്രെഡ് പൊടിയും എല്ലാം നല്ല രീതിയിൽ മിക്സായി വരണം. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം.
ചെറിയ ഉരുളകൾ പിടിച്ച് സെപ്പറേറ്റ് ഉണ്ടാക്കി മാറ്റി വയ്ക്കാം സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോൺഫ്ലവറിൽ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്ത് പാലിൽ ഒന്ന് മുക്കിയെടുത്ത് ഈ ബ്രെഡ് ക്രബ്സിൽ ഇട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പ്യുവർ വെജിറ്റേറിയനായിട്ട് തന്നെയാണ് ഇതുണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോൺഫ്ലവറിനും പാലിനും പകരം മുട്ട ചേർത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ആയിരുന്നാലും കുഴപ്പമില്ല. ഒരു വാഴക്കൂമ്പ് കിട്ടുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.